ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വമ്പൻ കുതിച്ചുചാട്ടത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ലോകത്തെ വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ അത്യാധുനിക റഡാർ കണ്ണുകളെ വെട്ടിച്ച് ഭൂഗോളത്തിന്റെ ഏതു കോണിലും ചെന്നു പതിക്കാൻ ശേഷിയുള്ള ഒരു സൂപ്പർ മിസൈൽ ഇന്ത്യ രഹസ്യമായി വികസിപ്പിക്കുന്നു. നിലവിലുള്ള അഗ്നി 5 മിസൈലിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ ഈ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയാണ് ലക്ഷ്യമിടുന്നത്. എന്താണ് ഈ രഹസ്യ പദ്ധതി? ഇത് എങ്ങനെയാണ് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ കവചങ്ങളെ തകർക്കുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി 5 മിസൈലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം DRDO വികസിപ്പിക്കുന്ന ഈ പുതിയ മിസൈൽ അഗ്നി 5ന്റെ ഇരട്ടി ദൂരപരിധി ഉള്ളതാണ്, അതായത് 10,000 കിലോമീറ്റർ. ഇതിനർത്ഥം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൈനയുടെ അങ്ങേ അറ്റത്തുള്ള നഗരങ്ങളോ യൂറോപ്പോ പോലും ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ മിസൈലിന്റെ പ്രത്യേകത ഇത് അഗ്നി 5നേക്കാൾ 20% ഭാരം കുറഞ്ഞതാണ് എന്നതാണ്. ഭാരം കുറയ്ക്കാൻ സ്റ്റീലിന് പകരം അത്യാധുനിക കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരം കുറയുമ്പോൾ ഇന്ധനക്ഷമത കൂടുകയും മിസൈലിന് കൂടുതൽ ദൂരത്തേക്ക് അതിവേഗം പായുകയും ചെയ്യാം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അമേരിക്കയുടെ താഡ്, റഷ്യയുടെ S-500, ചൈനയുടെ HQ-19 എന്നിവയെ പോലും അപ്രസക്തമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യയുടെ ഈ പുതിയ മിസൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മാർവ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മിസൈലിന് അതിന്റെ സഞ്ചാരപാത സ്വയം മാറ്റാനും സിക്സാക് ചലനങ്ങളിലൂടെ ശത്രുക്കളുടെ റഡാർ നിരീക്ഷണത്തെ വെട്ടിക്കാൻ സാധിക്കുന്നു. കൂടാതെ മിസൈലിന് ചുറ്റുമുള്ള പ്രത്യേക സ്റ്റെൽത്ത് കോട്ടിംഗ് റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നതിനൊപ്പം വിക്ഷേപണ വേളയിൽ ഒട്ടേറെ വ്യാജ മിസൈലുകളെ ശത്രുവിന്റെ ശ്രദ്ധ തിരിക്കാനായി ഇത് പുറത്തുവിടുകയും ചെയ്യുന്നു. യഥാർത്ഥ മിസൈൽ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുഴപ്പിക്കാൻ ശേഷിയുള്ള ഈ സവിശേഷതകൾ ഇന്ത്യയുടെ പ്രഹരശേഷിക്ക് ആഗോളതലത്തിൽ വലിയ മേധാവിത്വം നൽകുന്നു. ഈ പുതിയ മിസൈലിന്റെ ഏറ്റവും മാരകമായ സവിശേഷത അതിന്റെ സമാനതകളില്ലാത്ത പ്രഹരശേഷിയാണ്. മെർവ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഒരൊറ്റ മിസൈൽ വിക്ഷേപണത്തിലൂടെ തന്നെ വ്യത്യസ്ത ദിശകളിലുള്ള 10 മുതൽ 12 വരെ ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. മിസൈൽ അതിന്റെ സഞ്ചാരപഥത്തിന്റെ നിശ്ചിത ഘട്ടത്തിലെത്തുമ്പോൾ അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന 12ഓളം ആണവ ആയുധങ്ങൾ വേർപെടുകയും ഓരോന്നും ഓരോ ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടെ കുതിക്കുകയും ചെയ്യുന്നു. 3 ടൺ ഭാരമുള്ള ആയുധശേഖരം വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കുന്നു. കാരണം ഒരു മിസൈലിനെ തടയാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഒരേ സമയം 12 ദിശകളിലേക്ക് പായുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കുക എന്നത് ഏതൊരു ആധുനിക സംവിധാനത്തിനും അസാധ്യമാണ്. ഇന്ത്യയുടെ അത്യാധുനിക ആണവ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്ന K5, K6 മിസൈലുകളുടെ സാങ്കേതിക വിദ്യ കൂടി കടമെടുത്താണ് ഈ പുതിയ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് മിസൈലിനെ കൂടുതൽ ഒതുക്കമുള്ളതും കാര്യക്ഷമവുമാക്കുന്നു. തന്ത്രപ്രധാനമായ ഈ രൂപകൽപ്പന കാരണം റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ട്രക്കുകളിൽ ഘടിപ്പിച്ച ലോഞ്ചറുകളിൽ നിന്ന് ഏതു നിമിഷവും ഇത് വിക്ഷേപിക്കാൻ സാധിക്കുമെന്നത് ശത്രുക്കൾക്ക് വലിയ വെല്ലുവിളിയാണ്. അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ശബ്ദത്തേക്കാൾ 24 മടങ്ങ് വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ആ ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന 2000 ഡിഗ്രി സെൽഷ്യസിലധികം വരുന്ന കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേകമായി നിർമ്മിച്ച പുറം ചട്ടയോട് കൂടിയതാണ്. വേഗതയും കൃത്യതയും ഒത്തുചേരുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ പ്രഹരശേഷിയെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് പോളിസി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ ആക്രമിക്കാൻ മുതിരുന്നവർക്ക് മാരകമായ തിരിച്ചടി നൽകാൻ ഈ മിസൈൽ നമ്മെ പ്രാപ്തമാക്കുന്നു. 2025 ഇതിന്റെ ഡിസൈൻ പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ. 2030ഓടെ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായേക്കാം. ചൈനയുടെ DF-41 മിസൈലുകൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയാണിത്.